അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു നെഹലാസ് വ്ലോഗ്. ഇനി ഞാൻ വന്നിട്ടുള്ളത് ഗ്രീൻ ചിക്കൻ കറീൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ യമ്മി ടേസ്റ്റുള്ള നമ്മുടെ ഗ്രീൻ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, തക്കാളി ഇതെല്ലാം നമ്മൾ മിക്സിയിലിട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ മല്ലിയിലയും പുതിനയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബോൺലെസ് ചിക്കനാണ്. ബോൺ പീസസ് എടുക്കാം. ഞാൻ ഇവിടെ ബോൺലെസ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് അരച്ച് വെച്ച മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഗരം മസാല കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 30 മിനിറ്റ്സോളം മാറ്റി വയ്ക്കാം. പാൻ ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് പട്ട, ഗ്രാമ്പു, ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുക. നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച് നമ്മുടെ ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് ബാക്കി വന്ന മസാലയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മൾ മൂടി വെച്ച് വേവിക്കുക. ചിക്കൻ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ച് മഷ്റൂം ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. മഷ്റൂമും ചിക്കനും നന്നായിട്ടൊന്ന് കുക്കാകാൻ വേണ്ടി ഞാനിവിടെ തേങ്ങാപ്പാലാണ് യൂസ് ചെയ്യുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് മൂടി വെച്ച് നമുക്കൊന്ന് കുറച്ച് നേരം കുക്ക് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് സോക്ക് ചെയ്ത് വെച്ച കുറച്ച് കാഷ്യൂസാണ്. അത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ചും കൂടി ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രഷ് ക്രീം ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി വെച്ച് നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ ബൈ ഫ്രം നെഹല.